എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. എൻ്റെ വീട് കാസർഗോഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരുമാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു 100-120 കിലോമീറ്റർ ഓട്ടമെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈക്കിനല്ലേ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സേഫ്റ്റി ആയിട്ട് ബാഗെല്ലാം കെട്ടി വെക്കുന്നതാണ് കുറേ ദിവസമായിട്ട് ഒരേ മഴ പെയ്യലല്ലേ, അങ്ങനെ കുറേ ആയി പോകണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ നടക്കുന്നില്ല. മഴയെല്ലാം ആകുമ്പോൾ കുട്ടീനെയും കൂട്ടി ബൈക്കിൽ പോക്കൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് കുറേ ദിവസം ഒരു 2-2.5 മാസമായി പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ 1 മാസം കൂടുമ്പോൾ എൻ്റെ വീട്ടിൽ പോയി വരുത്തുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലെല്ലാം കണ്ട്. അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു എന്നാൽ നമുക്ക് ഇന്ന് തന്നെ പോയി കളയാണെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടി പോകാനുള്ള ഇതിലാണ്. എനിക്ക് കാറിൽ പോകാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ, ബൈക്കിൽ പോകാനാണ് ഇഷ്ടം. കാഴ്ചകൾ കാണാം മെയിനായിട്ട്. അതുമല്ലാണ്ട് എനിക്ക് കാറിൽ കയറിയാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. ഛർദ്ദിക്കാൻ വരുത്തും, തലവേദനയും അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എനിക്ക്. പിന്നെ അത്യാവശ്യമാണെങ്കിൽ കാറിൽ പോകും, അങ്ങനെ പോവാണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. എന്നാലും കൂടുതൽ എനിക്ക് ബൈക്കിന് പോകാനാണ് ഇഷ്ടം. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ഞാൻ ബൈക്കിനാണ് പോവുക. പ്രസവമെല്ലാം കഴിഞ്ഞ് ആ സമയത്ത് മാത്രമേ ഞാൻ കാറിന് വന്നിട്ടുള്ളൂ. ലച്ചുവിനൊരു 6 മാസമായ ആ ടൈം മുതൽ ഞാൻ ബൈക്കിന് തന്നെയാണ് വീട്ടിൽ വരിക. ഓരോ മാസം കൂടുമ്പോൾ ഞാൻ വീട്ടിൽ വരുത്തുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം മഴയെല്ലാം ആയിട്ട് 2-2.5 മാസമായി വീട്ടിൽ വരാണ്ട്. നമ്മളിപ്പോൾ മലയോര മേഖലയിലോട്ടാണ് വരുത്തുക. നമ്മൾ ആദ്യം വരുമ്പോൾ ടൗണിലോട്ട് തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം, തളിപ്പറമ്പ്, പിന്നെ ചെറുക്കള, ബോവിക്കാനം അങ്ങനെ ആ വഴിയായിരുന്നു വരുത്തുക. പക്ഷേ ഇപ്പോൾ അതിലോട്ട് വരത്തില്ല. നമുക്ക് ആദ്യം ഇതിലോട്ട് വന്ന് വരാനുള്ള നല്ല സൗകര്യം, കുറേ വണ്ടിയുമില്ല, നല്ല കാഴ്ചകളും അങ്ങനെയുള്ള ആയതുകൊണ്ട് ഇതിലോട്ട് തന്നെയാണ് വരുത്തുക കൂടുതലും. എന്തായാലും വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല വെയിലെങ്കിലും പകുതിയിലെത്തുമ്പോൾ പണി കിട്ടീന് കേട്ടോ. പകുതിയിലെത്തുമ്പോൾ നല്ല മഴ പെയ്ത്. പിന്നെ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ കയറി ആടെ കുറച്ച് സമയം ഇരിക്കുമായിരുന്നു. ആകാശമെല്ലാം ഇങ്ങനെ കോടമഞ്ഞെല്ലാം കയറിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. നല്ല രസമുണ്ട്. പക്ഷെ കണ്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ നാട്ടിലുള്ളവർക്ക് അറിയാമല്ലോ ഈ നാടിൻ്റെ കഥ എന്നാണ്. ആടെ എത്തി നമ്മൾ പകുതി വള്ളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നേ. അതിന് മുന്നേ കുറേ പ്രാവശ്യം നിർത്തിന്. ലച്ചുള്ളതുകൊണ്ട് ഒരേ ഓട്ടം ഓടാനാവില്ല. ആടെ ഇവിടെ നിർത്തി അങ്ങനെയാണ് വരുത്ത്. ഒരേ ഓട്ടം ഓടുമ്പോൾ നമ്മൾ തളർന്നു പോവില്ല. എന്തായാലും ഒരു 3-3.5 മണിക്കൂറെങ്കിലും വരേണ്ടി വരും. പക്ഷേ ആ വരുന്ന ആ കാഴ്ചയാണ് കേട്ടോ കാണേണ്ട നല്ല സ്ഥലം. അതിലോട്ട് വരുമ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഓടി തളരുമ്പോൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നിർത്തും. അങ്ങനെ നിർത്തിയതാണ് നമ്മൾ വള്ളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അടിപൊളി കള്ളുഷാപ്പ്, നല്ല ടോയ്ലറ്റും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും പിള്ളേർ കളിക്കാനുള്ള സ്ഥലം. നമ്മൾ കുഞ്ഞു കുട്ടികളെല്ലാം കൂട്ടിപ്പോയാൽ അവരെ ഉറക്കിക്കിടത്താനുള്ള തൊട്ടിലും പാട്ടും, അടുത്ത് തന്നെ നല്ല പുഴയും. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കയറുന്നത്. കുറേ ഹോട്ടലിൽ കയറിന് ടൗണിൽ, പക്ഷേ ഇതുപോലത്തെ ഒരു ഹോട്ടലിൽ ആദ്യമായിട്ട് കയറുന്നത്. നല്ല സമാധാനമായിട്ട് ഫുഡ് കഴിക്കുക. അതിനോടൊപ്പം അവിടെ കള്ളെല്ലാം ഉണ്ട് കേട്ടോ. അയാൾ വന്നിട്ട് എന്നോട് കള്ള് വേണമെന്ന് ചോദിച്ചു. ഞാൻ കള്ള് കുടിക്കാൻ തുടങ്ങിയാൽ നിർത്തൂല എന്ന് അറിയുന്നതുകൊണ്ട് പറഞ്ഞു വേണ്ടാന്ന്. പക്ഷേ ഇങ്ങനെ നമ്മളെങ്ങനെയാണ് പോകുന്നതായിട്ട് കുറേ ഫ്രണ്ട്സെല്ലാം ആയിട്ട് പോയാൽ നമുക്ക് കുറേ വെറൈറ്റി ഫുഡെല്ലാം ഓർഡർ ചെയ്യാം. ഇത് നമ്മൾ കുറേ ഓർഡർ ചെയ്താൽ നമുക്ക് തിന്നാനാവില്ലല്ലോ. നമ്മൾ 2 ആളും കുറേ സാധനം തിന്നാനാവില്ലല്ലോ. എന്നാലും നമ്മൾ പിന്നെ ഞാൻ പൊറോട്ടയും താറാവും വാങ്ങി, കപ്പയും പിന്നെ നാടൻ ചിക്കനും വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കാട ഫ്രൈയും കൂടി വാങ്ങി. അടിപൊളിയാട്ടോ, നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ നാട്ടിലുള്ളവരെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനത്തെയാണ് അവസ്ഥ എന്നല്ലോ. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല സ്ഥലം, റോഡ് സൈഡിലെല്ലാം ഇതുണ്ടല്ലോ കാച്ചമ്പുളി എന്ന് പറയാം, കുടംപുളി. കുറേ റോഡ് സൈഡെല്ലാം ഇങ്ങനെ കുടംപുളിയും സപ്പോട്ടയും എന്തെല്ലോ വീണിട്ടെല്ലാം ഉണ്ട്. ഞാൻ ഷൈയോട് പറഞ്ഞു അവിടെ നിർത്ത്, നമുക്ക് പെറുക്കാം. പക്ഷേ ഷൈ നിർത്തിയിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുന്നതിന് മുമ്പ് വീട്ടിലെത്തണ്ടേ. അതുകൊണ്ട് അങ്ങനത്തെ അൽക്കുലത്തെ സാധനമൊന്നും പെറുക്കാനൊന്നും നിന്നിട്ടൊന്നുമില്ല. നമ്മൾ നേരെ വന്ന് ഞാൻ വീട്ടിൽ വരുന്ന കാര്യം ആരോടും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പെട്ടെന്നല്ല, മഴയൊന്നുമില്ല, പെട്ടെന്ന് ഒരു പ്ലാനില്ലാണ്ട് ഇറങ്ങി. അതുകൊണ്ട് വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ വിളിച്ചാൽ തന്നെ
ആരെങ്കിലും ആയിട്ടുണ്ടാവും, അച്ഛനോ ഏട്ടൻ്റെ ഭാര്യയോ ആരെങ്കിലും ആയിട്ടുണ്ടാവും. അതുകൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വരുന്ന കാര്യം അവരറിയോ പോലുമില്ല. നമ്മൾ നാട്ടിൽ നിന്ന് ശ്രീകണ്ഠാപുരത്ത് നിന്ന് കയറിയാൽ പിന്നെ ഇവിടെ എത്തുന്നവരെ നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും. ഇനി നല്ല മലയും തോട്ടങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം തോന്നില്ല, മനസ്സിന് നല്ലൊരു ആശ്വാസം ഉണ്ടാവും. സമാധാനമായിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള യാത്രയെല്ലാം ഇഷ്ടപ്പെടാത്തവർ കുറവായിരിക്കും തോന്നുന്നു. എനിക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാനെല്ലാം ഇഷ്ടമല്ലേ. അപ്പോൾ ഇനിയുള്ളത് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ അഥവാ ഈ റോഡ് മേലെ എവിടെയെങ്കിലും ബാക്കിയായി പോയിനെങ്കിൽ നമ്മൾ ഒരാൾ അറിയില്ല അവിടെ ബാക്കിയായിട്ടുണ്ടെന്ന്. വൈകുന്നേരം വന്നാൽ വണ്ടിയെല്ലാം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പാണ് അവിടെ ബാക്കിയായി പോകുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ റോഡ് മേലൊന്നും ഒരാളെ പോലും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഷൈയോട് പറഞ്ഞു, ആനയോ എന്തെങ്കിലും വെറുതെ സ്പീഡിൽ പോയിക്കോന്ന്. അപ്പോൾ എൻ്റെ ഇനിയുള്ള വീഡിയോ നിങ്ങൾ കാണും, എന്നിട്ട് നിങ്ങൾ പറ എങ്ങനെയുണ്ട് സ്ഥലം. ഒരാളെ കാണുമ്പോൾ ഞാൻ പറയലാന്ന്, ഒരാളെ കാണുന്നുണ്ടടാ. അങ്ങനെ എവിടെയെങ്കിലും ഒരാൾ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് അങ്ങനെ ഒരാൾ ഉണ്ടാവും. പിന്നെ കുറേ വെള്ളച്ചാട്ടമെല്ലാം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളെല്ലാം ഇല്ലേ, ഒരു 4-5 നമ്മൾ കണ്ട്. എന്തായാലും നിർത്തി കുറേ സമയം വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല, കാരണം മഴ വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണ്ടേ. അതുകൊണ്ട് നമ്മൾ കുറേ സമയം വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടൊന്നുമില്ല. വരുന്ന വഴിയിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു.